ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ സീരീസ് ഒക്കെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ എന്ത് ചെയ്യാ, അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇത് കൂടാണ്ട് ഒരു മാരത്തണും കൂടി ചെയ്യണോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോ അതില് നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടാവുന്ന കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് നാലാമത്തെ സെറ്റുമായിട്ടാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ മാക്സിമം നിങ്ങളുടെ വർക്കറിന്റെ എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നതിലും ഒരു ഡൗട്ടും വേണ്ട കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് വെൻ 4 ohm and 3 ohm resistors ആർ കണക്റ്റഡ് ഇൻ സീരീസ്? സീരീസ് ആകുമ്പോൾ നമുക്കറിയാം എന്താ, ആർ ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര എന്നായിരിക്കും അല്ലെ. ഇനിയിപ്പം പാരലൽ ആണെന്നുണ്ടെങ്കിലോ, പാരലൽ ആണെങ്കിൽ 1/R ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര. അപ്പൊ ഇത് സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീരീസ് ആകുമ്പോഴത്തേക്ക് 4 പ്ലസ് 3 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 7 ohm. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വൈ ദ കോപ്പർ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ്? എന്തുകൊണ്ടാണ് കോപ്പർ യൂസ് ചെയ്യുന്നത്? അതൊരു നല്ലൊരു കണ്ടക്ടർ ആണെന്നുള്ളതാണ് എന്താ പറയുക, ബെറ്റർ ചോയ്സ്. സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്നോ അല്ലെങ്കിൽ പുവർ ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്നുള്ളതൊന്നല്ല. ഇതിൽ ബെറ്റർ ചോയ്സ് എന്താ? ഇറ്റ്സ് എ എക്സലന്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്നുള്ളതാണ് ബെറ്റർ ചോയ്സ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹൈ റെസിസ്റ്റൻസ്? ലോ, മീഡിയം, ഹൈ. ഇതിന് നമ്മളൊരു കോഡ് കൃത്യമായിട്ട് കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. കാപ്പ്, വാസോ, എൽ എം, ഡി എം. ക്യാപ്പ് എന്താണെന്നും വാസോ എന്താണെന്നും എൽ എം ഡി എം എന്താണെന്നും എല്ലാവരും നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇത് ഞാൻ കുറെ പ്രാവശ്യം കുറെ വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ആൻസർ വരിക? ഡബ്ല്യു. ബാക്കി എൽ എം ഡി എം ഏതിനാണ് ഹൈ റെസിസ്റ്റൻസിൽ വരുന്നുണ്ട് അല്ലെ. അപ്പോ ഡബ്ല്യു വരുന്നില്ല. അപ്പൊ ഡബ്ല്യു വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ വീസ്റ്റോൺ ബ്രിഡ്ജ് എന്താ, മീഡിയം വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോ റെസിസ്റ്റൻസ് പറയുമ്പോൾ എത്രയാണ് റേഞ്ച്, മീഡിയം ആകുമ്പോൾ എത്രയാണ് റേഞ്ച്, ഹൈ എന്ന് പറയുമ്പോൾ എത്രയാണ് റേഞ്ച് എന്നില്ലാരും നിങ്ങൾ അതിന്റെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ കോപ്പർ വയർ ഹാവിംഗ് ട്വൈസ് ദി ഡയമീറ്റർ ഓഫ് അനദർ കോപ്പർ വയർ ഈസ്? എത്ര ആൻസർ വരും? നമുക്കറിയാം എന്താ, കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇൻ ടേംസ് ഓഫ് ഏരിയയുടെ കേസിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പം ഡയമീറ്റർ ഡബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 4 ടൈംസ് എന്ത് ചെയ്യാം, ഹൈ ആണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. 4 ടൈംസ് എന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കാം. ഓക്കെ, ഇൻസുലേഷൻ ഫെയിലിയർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഡ്യൂ ടു? ഇൻസുലേഷൻ ഫെയിലിയർ എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അവിടെ എക്സസീവ് ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ടായിരിക്കാം. ഓക്കെ, എക്സസീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ. ബാക്കിയുള്ള ഓപ്ഷൻസ് നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സസീവ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് ഇസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താ, കിലോ വാട്ട് അവർ ആണ് അല്ലെ. KW ആണ് എക്സാക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് കോസസ് ഇലക്ട്രിക് ഷോക്ക് ടു എ ഹ്യൂമൻ ബോഡി? ഏതാ? ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് കറന്റ് ആണ് അല്ലെ. അല്ലെ, കറന്റ് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഷോക്ക് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇലക്ട്രിക് ഷോക്കിന്റെ ഒരു കാരണം എന്താ, കോസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ കറന്റ് എന്ത് നമ്മളെ ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ അവർ ബോഡി. Which of the following properties does not hold good for a series circuit? സീരീസ് സർക്യൂട്ട്സിന്റെ കേസിൽ എന്താ, സീരീസ് സർക്യൂട്ട്സിന്റെ കേസിൽ കറന്റ് എന്താ, സെയിം ആണല്ലേ. കറന്റ് സെയിം ആണ്, വോൾട്ടേജ് അഡിറ്റീവ് ആണ്, പവർ അഡിറ്റീവ് എന്ന് പറയാം, റെസിസ്റ്റൻസ് ആർ അഡിറ്റീവ് അല്ലെ. അപ്പൊ ഇവിടെ കറന്റ് അഡിറ്റീവ് എന്നുള്ളതാണ്, കറന്റ് എന്താ സെയിം ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് ഹാസ് ദി ലോവസ്റ്റ് റെസിസ്റ്റൻസ്?
ടി സ്റ്റതിമ്പട്ട് വി സ്ക്വയർ ബൈ ആർ ആണ് അല്ലെ. വോൾട്ടേജ് എന്ത് കോൺസ്റ്റന്റ് ആണ് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നതിലൊക്കെ. അപ്പൊ ലോവസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പവർ എന്തായിരിക്കണം, ഹൈ പവർ ആയിരിക്കണം. അപ്പൊ ഹൈ പവർ ഏതാണ്, 200 വാട്ട്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, 200 വാട്ട്സ് ആണ്. 220 വോൾട്ട് 200 വാട്ട്സ് ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ. സ്റ്റോറേജ് സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്താ, ആംബിയർ അവർ. ആംബിയർ അവറിലാണ് അതിന്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ അവർ ആംബിയർ അവർ. ഓക്കെ, ഇത്ര ആംബിയർ അവറിന്റെ വേണം, ഇത്ര ആംബിയർ അവറിന്റെ വേണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഇതിലിപ്പം ഇൻഷുറൻസ് റെസിസ്റ്റൻസ് പറയുമ്പോൾ മെഗർ ആണ് പറയുന്നുണ്ടാവാം അല്ലെ. അപ്പൊ അതില് മൂവിങ് കോയിൽ റേഷ്യോ മീറ്റർ ടൈപ്പ് മെക്കാനിസം ആണെന്നൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. അതേതായാലും മൂവിങ് കോയിലിന്റെ രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് കേബിൾ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡയറക്റ്റ് കറന്റ് ഡി സി ഇൻ ഇലക്ട്രിക്കൽ പവർ സർക്യൂട്ട്സ്. ഇതിലിപ്പോ ഒപ്റ്റിക്കൽ ഫൈബർ എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ ഡാറ്റ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ട്വിസ്റ്റഡ് പെയർ നമ്മൾ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, അതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിഗ്നലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കേബിളാണ്. പിന്നെ കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആർ എഫ് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഡാറ്റ സിഗ്നൽസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ, സിംഗിൾ കണ്ടക്ടർ കോപ്പർ കേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ആൻഡ് ഡിസേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്, ലോ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താ പറയണ്ടേ, ഇൻസുലേഷന്റെ കേസിൽ പറയുമ്പോൾ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം, ഹൈ റെസിസ്റ്റിവിറ്റി വേണം, പിന്നെന്താ അഡിക്വേറ്റ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി വേണം അല്ലെ. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ വരിക, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം, പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതുകൊണ്ട് 1 and 3 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ എത്തിക്കാം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 1 and 3 ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. The ratio of total magnetic flux to the useful magnetic flux is called total to useful. It is nothing but our leakage coefficient. Option B ആണ് better choice. Okay. റീറ്റൻഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, റീറ്റൻഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മളൊരു മെറ്റീരിയലിന്റെ എന്താ പറയുക മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് റീറ്റൻഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാലോ, അതായത് റെസിഡുവൽ മാഗ്നറ്റിസം സീറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയണ്ടേ ആ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിക്വയർഡ് ടു എന്താ പറയാ ടു റെഡ്യൂസ് ദി റെസിഡുവൽ മാഗ്നറ്റിസം ടു സീറോ. അതാണ് കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് ലീക്കേജ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അതായത് ലീക്കേജ് കോഎഫിഷ്യന്റ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ഫ്ലക്സ്. ഓക്കെ, ടോട്ടൽ ഫ്ലക്സ് ബൈ യൂസ്ഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ ഇസ് കിർച്ചോഫ് KCL. KCL ഈസ് അപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് ആണോ? അല്ല. പിന്നെ കിർച്ചോഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻ ഓർ നോഡ്സ്. KVL is applicable for closed loops. KVL is applicable for junction or nodes അല്ല. അപ്പൊ 2 and 3 ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. ഫോളോയിങ് ആർ ദി യൂണിറ്റ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 5/A ആണ് അല്ലെ. ഫ്ലക്സ് എന്ന് പറയുമ്പോഴാ വെബർ, ഏരിയ എന്ന് പറഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും എന്ത് ചെയ്യാ, വെബർ പെർ മീറ്റർ സ്ക്വയർ ഉണ്ടല്ലോ, വെബർ പെർ മീറ്റർ സ്ക്വയർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നേരെ അതിലേക്ക് പോകുന്നുണ്ടാവും, അതായത് ഓപ്ഷൻ ബി എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ ടെസ്ലയും കൂടി ഉണ്ട്, വെബർ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി. അല്ല നിങ്ങൾ എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് എന്താ, ടെസ്ല ആണ്. ടെസ്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എ കറപ്പിക്കും. ഓക്കെ,
പിന്നെ അതിന്റെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവുക. വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോ അയ്യോ അവിടെ വെബർ പെർ മീറ്റർ സ്ക്വയറും ഉണ്ട്, അവിടെ ബോത്ത് എ എൻ വി ബിയും ഉണ്ട്. പിന്നെ സി അല്ലേ കറക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കുക, ഓപ്ഷൻ മുഴുവനായിട്ട് വായിക്കുക, എന്നിട്ട് എന്താ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ്. വാട്ട്സ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ദി ടിപ്പ് ഓഫ് എ സോൾഡറിംഗ് അയൺ വിത്ത് ദി സോൾഡർ? അതെന്താ ടിന്നിങ് അല്ലേ? ഓക്കെ. Which type of circuit breaker is commonly used for current ratings from 100 ampere to 800 ampere? 100 to 800 എന്ന് പറയുമ്പോൾ ബോണ്ടിന്റെ കേസ് സർക്യൂട്ട് ബ്രേക്കർ, അതായത് എം സി സി ബീസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എം സി സി ബീസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിലിപ്പം ഓക്കെ എം സി സി ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് മീറ്റർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്? വാട്ട് മീറ്റർ, വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഒന്നും വരില്ല. പെട്ടെന്ന് വരുമ്പോ വാട്ട്, വാട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇന്റഗ്രേറ്റിംഗ് ആണോ? ഇഷ്ടപ്പെട്ടവർ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, എനർജി മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതാണ് ഇന്റഗ്രേറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, എനർജി മീറ്റർ. ഇതിപ്പോ വാട്ട് മീറ്റർ ആണ്. വാട്ട് മീറ്റർ എനർജി മീറ്റർ തമ്മിൽ കുറച്ച് പേർക്കെങ്കിലും അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. വാട്ട് മീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ ആണ്. എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, which of the following statements about resistivity are correct? ഏതാ കറക്റ്റ്? The SI unit of resistivity is ohm meter. കറക്റ്റ് ആണ്. പിന്നെ the resistivity does not depends on the size of the conductor. അതും കറക്റ്റ് ആണ്. നമുക്കറിയാം R is nothing but rho into L by റോ എന്ന് പറഞ്ഞാൽ R into A by L ആണ്. അപ്പൊ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, ഓം മീറ്റർ കറക്റ്റ് ആണ്. പിന്നെ എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി മെറ്റീരിയൽ, അല്ലാതെ വേറെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ബെറ്റർ ചോയ്സ് എന്താ? ഓപ്ഷൻ സി ആണ് ഇവിടെ ബെറ്റർ ചോയ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ എനേബിൾസ് ഇറ്റ് ടു ബി ഡ്രോൺ ഇൻ ടു ദി തിൻ വയേഴ്സ്? ഏത് വരിക? ഡക്ടിലിറ്റിന്റെ ഡെഫിനിഷൻ ആണല്ലേ, അതായത് ഇസ് ദ പ്രോപ്പർട്ടി ദാറ്റ് അലൗസ് ദി മെറ്റീരിയൽ ടു ബി ഡ്രോൺ ഇൻ ടു ദി വയേഴ്സ്. ഓക്കെ, തിൻ വയേഴ്സ്. ഡക്റ്റൈൽ ആണെന്ന് പറയാം, നമ്മളൊരു മെറ്റീരിയൽ എന്താ പറയുക ഡക്റ്റൈൽ ആണെന്നൊക്കെ പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താ അതൊരു ബ്രിട്ടിലാണ് ഇങ്ങനെയൊക്കെ പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കമന്റ് ചെയ്യേണ്ട നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്നും അതെന്ത്, ഇപ്പൊ സെമി കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണോ, അതിന് എന്ത് ടൈപ്പ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്താ കൃത്യമായിട്ട് അവിടെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? ഇവിടെ ഗോൾഡ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, കാർബൺ ഉണ്ട്, മെഗ്നാനിയം ഉണ്ട്. ഇവിടെ കാർബൺ, ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. An instrument which detects the electric current flow is known as? ഇതിപ്പോ തന്നിരിക്കുന്നതിന് ബെറ്റർ ചോയ്സിന്റെ കാൽക്കുലേഷൻ വേണ്ടി. Match the following electrochemical cells with their electrolytes. കാർബൺ സിങ്ക് സെല്ല്, മെർക്കുറി സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ക്ലോറൈഡ്. കാർബൺ സിങ്ക് സെല്ലിന് ഏതാ? അമോണിയം ക്ലോറൈഡ് ആയിരിക്കും അല്ലെ. പിന്നെ മെർക്കുറി സെല്ലിനോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും, ലെഡ് ആസിഡിന് സൾഫ്യൂരിക് ആസിഡും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ? ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്യൂസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്? ഡൊമസ്റ്റിക് വയറിംഗിൽ നമ്മുടെ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, കിറ്റ്കാറ്റ് ടൈപ്പ്. MCB is primarily used for miniature circuit breaker is
primarily used for over current protection വേണ്ടിയിട്ട്. ലീക്കേജ് കറന്റ് ഒക്കെ ഏതാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ. വിച്ച് ടെസ്റ്റ് ഇസ് കോമൺലി യൂസ്ഡ് ടു ലൊക്കേറ്റ് ദി ഫോൾട്സ് ഇൻ ആൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്? അണ്ടർഗ്രൗണ്ട് കേബിൾസിലെ ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലൂപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെ, മുറേ ലൂപ്പ് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. The resistance of a wire is R. If its length is doubled and diameter is halved, the new resistance will be. എത്രയായിട്ട് ആൻസർ? റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പൊ ആർ ഡാഷ് എന്ന് പറയുമ്പോൾ റോ ഇൻറ്റു എന്ത് ചെയ്തു, ലെങ്ത് ഡബിൾ ചെയ്തു. ഓക്കെ, പിന്നെ ഏരിയ എന്തായി ബൈ 4 ആവും. അപ്പൊ 3 ടൈംസ് 8 ഇൻറ്റു റോ ഇൻറ്റു എൽ ബൈ ഏതെല്ലാം രീതിയിൽ വരും. അപ്പൊ 8 ആർ. ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്. വിച്ച് മെയിൻ്റെനൻസ് പ്രാക്ടീസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സെഡിമെന്റേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? സെഡിമെന്റേഷൻ എന്താണ്, ബക്ലിംഗ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക സെഡിമെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? പീരിയോഡിക് ഈക്വലൈസിംഗ് ചാർജ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. കളർ സിസ്റ്റം ഓഫ് 3 വയേഴ്സ് ആർ എന്താ, RYB ആണ് നമ്മളെ കളർ കോഡ് വരുന്നത്. DPIC മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ഫോർ. DPICയുടെ ഫുൾ ഫോം എന്താ? അതായത് ഡബിൾ കോർ അയൺ ക്ലാഡ് അല്ലെ, സിംഗിൾ ഫേസ് അല്ലേ യൂസ് ചെയ്യണം. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി നമ്പർ ഓഫ് എന്താ, ഡിസ്ട്രിബ്യൂട്ട് ദി നമ്പർ ഓഫ് സർക്യൂട്ട്സ് അല്ലേ, നമ്പർ ഓഫ് സർക്യൂട്ട്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ് ഡാഷ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യും, മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവില്ല ചെയ്യാം, റെഡ്യൂസ് ആവുന്നതായിരിക്കും. ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ദ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ മോട്ടറിനാണെന്നും റൈറ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ ജനറേറ്ററിനെ ആണെന്നും ഉള്ള കാര്യം ഇപ്പോൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മിഡിൽ ഫിംഗർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കറന്റിനെയാണ് അല്ലെ. ബാക്കിയുള്ള ഫിംഗേഴ്സ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്ന നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ. ദ വാല്യൂ ഓഫ് എക്സൽ ആൻഡ് എക്സ് ആർ ദി സെയിം ദെൻ ഇറ്റ് ഈസ് കോൾഡ്. നമ്മളറിയാം എക്സൽ ഷുഡ് ബി ഈക്വൽ ടു എക്സ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, അത് റെസൊണൻസിലാണെന്ന് പറയും അല്ലെ, റെസൊണൻസ് കണ്ടീഷൻ. ഓക്കെ. നമ്പർ ഓഫ് ഡയോഡ്സ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്ര ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്? 4 ഡയോഡ്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ ഡെൽറ്റ കണക്ഷൻ ദ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എത്ര? ഡെൽറ്റന്റെ കേസിൽ എന്താ, ഡെൽറ്റന്റെ കേസിൽ വി ഫേസ് ഷുഡ് ബി ഈക്വൽ ടു വി എൽ ആണ്. സ്റ്റാറിന്റെ കേസിലോ വി ഫേസ് ഷുഡ് ബി ഈക്വൽ ടു വി എൽ ബൈ √3 ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഈക്വൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. ഇൻ 3 ഫേസ് സപ്ലൈ ദ പവർ ഈസ്. 3 ഫേസ് സപ്ലൈയുടെ കേസിൽ നമുക്ക് പവർ എന്ന് പറയുമ്പോൾ √3 VLIL രീതിയിൽ പറയാം അല്ല, √3 VLIL cos phi. ഓക്കെ. The maximum load in house wiring power sub-circuit should not be more than. പവർ സബ് സർക്യൂട്ട് ആണ്. പവർ സബ് സർക്യൂട്ട് ആകുമ്പോൾ 3000 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, നോട്ട് മോർ ദാൻ 3000. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. പവർ സബ് സർക്യൂട്ട് ആണെന്നില്ല നിങ്ങൾ അവിടെ എന്താ പറയണ്ടേ, മാർക്കറ്റ്. ഇപ്പം 800 വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈറ്റിംഗ് ലോഡ് അല്ലെങ്കിൽ ഫാൻ അങ്ങനെയുള്ള സബ് സർക്യൂട്ടിന് കേസ് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. പവർ സബ് സർക്യൂട്ട് ആകുമ്പോൾ 3 കിലോ വാട്ട്, 3000 വാട്ട്സ്. ദ സൈസ് ഓഫ് കോപ്പർ എർത്ത് പ്ലേറ്റ് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര? 60 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, പിന്നെ എത്ര വരും? 3.18 mm അല്ലെ. വാട്സ് ഫംഗ്ഷൻ ഓഫ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇൻ DC ജനറേറ്റർ? എന്തിനാ നമുക്ക് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ് എന്നുള്ള ഫസ്റ്റ് ആൻസർ തന്നെ അവിടെ കാണുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് അവിടെ കാണും, ടു ബിൽഡ് അപ്പ് ദി വോൾട്ടേജ്. ദ ഷണ്ട് ഫീൽഡ് ഇസ് കൺസ്ട്രക്ടഡ് വിത്ത്. ഷണ്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ തിൻ വയർ ആയിരിക്കണം, പിന്നെ മോർ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കണം അല്ലെ. അങ്ങനെയല്ല ഷണ്ട്. സീരീസ് ആകുമ്പോഴോ, സീരീസ് ആകുമ്പോൾ
തിക്ക് വയർ ആയിരിക്കണം, ലെസ് നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ. രണ്ടാമം തിൻ വയർ ആയിരിക്കണം വിത്ത് മോർ നമ്പർ ഓഫ് ടേൺസ്. ഇനിയിപ്പോ സീരീസ് ഫീൽഡ് ആണെങ്കിലോ തിക്ക് വയർ ആയിരിക്കണം വിത്ത് ലെസ് നമ്പർ ഓഫ് അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് ടേൺസ്. The insulation between the two segments of commutator. ഇതിലിപ്പം ബെറ്റർ ചോയ്സ് എന്താ, നമുക്ക് ബൈക്കാ പറയാം. ഓക്കെ. നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ബൈക്കാണ്. ഓക്കെ. The NVC of a DC 3-point starter is connected in series with field അല്ലേ, സീരീസ് വിത്ത് ഫീൽഡ്. The winding of the transformer in which supply is given is called, സപ്ലൈ കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ, പ്രൈമറി വൈൻഡിങ് ആയിരിക്കും പറയുന്നുണ്ടാവും. സപ്ലൈ കൊടുക്കുന്നത് പ്രൈമറി വൈൻഡിങ്. ലേസർ മസ്റ്റ് ബി ചെക്ക്ഡ് എന്താ, പീരിയോഡിക്കലി അല്ലെ, പീരിയോഡിക്കലി. The scale of an ohmmeter has 0 at the right side അല്ല. Okay. Wattmeter is used to measure the wattmeter എപ്പോഴും ട്രൂ പവർ ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവും. The controlling torque in a moving coil ammeter is, sorry, moving coil meter is, controlling torque എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ, എന്ത് ടൈപ്പ് ആണ് നമ്മളവിടെ, സ്പ്രിംഗ് കൺട്രോൾ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ. മൂവിംഗ് കോയിൽ. റണ്ണിങ് വൈൻഡിങ് ഈസ് ഓൾസോ നോൺ ആസ്, റണ്ണിങ് വൈൻഡ് പറയുമ്പോൾ മെയിൻ വൈൻഡിങ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അല്ലെ. നമ്മളവിടെ കപ്പാസിറ്റർ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇൻസ്ട്രുമെന്റ് യൂസ് ടു ടെസ്റ്റ് ദി DC ആർമേച്ചർ വൈൻഡിങ്. DC ആർമേച്ചർ വൈൻഡിങ് എന്താ പറയുക, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സോറി, ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഏതാ, ഗ്രോളർ അല്ലെ. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബിഫോർ യൂസിങ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ബോഡി ഈസ് പ്രോപ്പർലി, എന്താ പറയുക, നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം എന്ന് പറയാം അല്ലെ, പ്രോപ്പർലി ഗ്രൗണ്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ സ്റ്റെറേഡിയൻ അല്ലെ. സ്റ്റെറേഡിയൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ ഫിൽട്ടർ സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ് ആണോ? ഓക്കെ, ഇത് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. The unit of commercial electrical energy is measured in KW, kilowatt hour. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഇനി ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, windings of no resistance, core has no losses, no core loss, infinity permeability. Okay, all of the option D ആണ് better choice. In a DC machine, the maximum efficiency occurs when the variable loss is equal to the constant loss. The phenomenon of creeping എവിടെയാ യൂസ് ചെയ്യുന്നത്, സോറി, എന്താ പറയുക, ക്രീപ്പിംഗ് എവിടെയാണ് സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ എനർജി മീറ്റേഴ്സ് അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റേഴ്സിന്റെ രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ക്രീപ്പിംഗ് ഒക്കേഴ്സ് ഇൻ എനർജി മീറ്റർ. എന്താണ് ക്രീപ്പിംഗ്, ക്രീപ്പിംഗ് നമുക്ക് ഒഴിവാക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. A four-pole DC machine has lap winding. The winding is removed and then a wave winding is put in. The induced EMF will be, ഒന്നുമില്ല, നമുക്കറിയാം, E is nothing but N5 Z period by 60A ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ എന്താ ചേഞ്ച് ആവുന്നത്, പാരലൽ പാത്ത് ആണ് ചേഞ്ച് ആവുന്നത്. ഇതിന് കൺവെൻഷണൽ എന്താ പറയുക കൺസെപ്റ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നിങ്ങൾ എന്താ നമുക്കവിടെ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടും. ഇപ്പൊ ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ, പാരലൽ പാത്ത് P is equal to A ആയിട്ട് മാറി. അപ്പൊ N5 Z/60 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോ വേവ് ആണെന്നുണ്ടെങ്കിലോ A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാ, N5 Z/60 into 2 അല്ലെ.
ഫോർ പോളാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫോർ പോൾ ആകുമ്പോൾ എത്ര, ഫോർ ആക്കാം. അപ്പൊ ഇവിടെ 2 ടൈംസ് N5 ZB. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ഇൻക്രീസ് ആയിരുന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 2 N5 Z/60 വരും, മറ്റേ N5 Z/60 ആണ്. അപ്പൊ ഇൻക്രീസ്, ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഡയാക് എന്ന് പറയുന്നത് എന്താ, ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. The EMF induced in an armature of a DC motor is, DC മോട്ടറിലാകുമ്പോൾ ബാക്ക് EMF ആണ് അല്ലെ, DC മോട്ടറിന്റെ കേസിൽ ബാക്ക് EMF. കാർബൺ കാർബൺ എന്ന് പറയുന്നത് എന്താ, ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് പറയാം. As per the recommendation of ISA, the maximum number of points of light, fans, socket outlets that can be connected to a one sub-circuit is, നമുക്കറിയാം 10 അല്ലെങ്കിൽ 800 വാട്ട്സ്, 10 അല്ലെങ്കിൽ 800 വാട്ട്സ്. ഓക്കെ, മറ്റേ നമ്മൾ പവർ സബ് സർക്യൂട്ട് ആകുമ്പോൾ 3000 3 kW രീതിയിൽ പഠിച്ചേക്കണം. 3000 വാട്ട്സ് അല്ലെങ്കിൽ 3 kW. PVC conduits can be joined by, PVC conduits നമുക്ക് എങ്ങനെയാ, ഇത് ത്രെഡിങ് ചെയ്യാം, അല്ലെങ്കിൽ സോൾവിങ് സിമെന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കപ്ലിങ്സ് യൂസ് ചെയ്യാം. എനി ഓഫ് ദി അബോവ്. ലാംപ്സ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ, ലാംപ്സ് എന്ത് നമുക്ക് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഡ്യൂറിംഗ് ദി ലോഡ് ഷെഡിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുക, നമുക്ക് അവിടെ സിസ്റ്റം ലോഡ്സ് എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ആവുന്നുണ്ടാവുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ നടക്കുന്ന സംഭവം അല്ലെ, ലോഡ് ഷെഡിങ്ങിൽ. In India, high voltage transmission is mostly by overhead system വഴി തന്നെയാണ്. The rated voltage of a three-phase power system is given as, rated voltage എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും RMS വാല്യൂ ആണ്. പക്ഷെ RMS ഫേസ് വോൾട്ടേജ് ആണോ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണോ ഡൗട്ട് ഉണ്ടാവും. ലൈൻ വോൾട്ടേജ് ആണ്, ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് അല്ലെ, ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ്. ത്രീ ഫേസ് റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ RMS ലൈൻ ടു ലൈൻ വോൾട്ടേജ്. അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്, ACSR ഫുൾ ഫോം അല്ലെ. അപ്പൊ ഇതിലിപ്പം ബെറ്റർ ചോയ്സ് എന്ന് പറയുമ്പോൾ ഔട്ടർ കണ്ടക്ടേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് അലുമിനിയം. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. എ സർക്യൂട്ട് ബ്രേക്കർ നോർമലി ഓപ്പറേറ്റ്സ് whenever fault occurs in the line അല്ല, ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, which of the following accessories are used for pipe earthing? പൈപ്പ് എർത്തിങ്ങിന്റെ അത്ത് വയറാണ്, GI പൈപ്പ് ആണ്, ഫണലുമാണ്. ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. വിച്ച് വൺ ഈസ് ആൻ ആക്റ്റീവ് കമ്പോണന്റ്? ആക്റ്റീവ് കമ്പോണന്റ് എക്സാമ്പിൾ, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ പാസീവ് ആണ്. ട്രാൻസിസ്റ്റർ ആണ് അവിടെ ആക്റ്റീവ് കമ്പോണന്റ് എക്സാമ്പിൾ. എന്താണ് ആക്റ്റീവ് കമ്പോണന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. ഓക്കെ, ആൻഡ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് ഓൾസോ നോൺ ആസ്, ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ എന്താ വരിക, സിംക്രണസ് മോട്ടർ ആയിരിക്കും അല്ലെ. ഓക്കെ, which one is used to protect the motor control circuit? Protect a motor control circuit. സ്വാഭാവികമായിട്ട് ഞാൻ ഓവർലോഡ് റിലേ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ്, ടെസ്ല കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞുള്ളൂ, എന്താ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ടെസ്ല, അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. കാൻഡില എന്തിന്റെ യൂണിറ്റാ, കാൻഡില ഇന്റൻസിറ്റി അല്ലെ, ഇന്റൻസിറ്റി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇന്റൻസിറ്റി കൂടുമ്പോൾ കാൻഡില അല്ലെ. ഓക്കെ, the capacitance of 1 microfarad. 1 microfarad എന്ന് പറയുമ്പോൾ 10⁻⁶ ഫാരഡ്. ഇത് കാൻഡില പറഞ്ഞ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. കാൻഡില ഇന്റൻസിറ്റി അല്ല, ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, ഇതിന്റെ കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർഡ് ഇൻ, കപ്പാസിറ്റേഴ്സിന്റെ ഇലക്ട്രിക് ചാർജ് നമ്മൾ ഡയലക്ട്രിക്കിലായിരിക്കും അല്ലെ. The inductive reactance is equal to XL is nothing but 2πfL. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πfC. ഓക്കെ, ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഇപ്പോ ആയിട്ടുണ്ട്, നമുക്കവിടെ 4 സെറ്റ് നമ്മളവിടെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കറക്റ്റായിട്ട് കമന്റ് ചെയ്യാം.
ഇനിയിപ്പോ നമ്മൾ ഇലക്ട്രിക്കൽ എഡ്യൂസോണിന്റെ മോക്ക് എക്സാംസ് വേണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോക്ക് എക്സാംസ് ആയിട്ടും നമുക്ക് അവിടെ വരാം. എനിവേ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, കൂടുതൽ പേരിലേക്ക് എത്തിക്കാം. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.